നമസ്കാരം. ആർട്ടിക്കിൾ 370 മുസ്ലിം സംവരണം, രാമക്ഷേത്രം തുടങ്ങിയ വിഷയങ്ങളിൽ കോൺഗ്രസിനെ വലിച്ചു കീറിക്കൊണ്ട് അമിത്ഷാ രംഗത്തെത്തിയിരിക്കുകയാണ്. ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുമെന്ന ഇന്ത്യ സഖ്യത്തിന്റെ പ്രമേയത്തിനെതിരെയാണ് അമിത്ഷാ രംഗത്തെത്തിയത്. ജമ്മു കാശ്മീരിൽ ഒരു കാരണവശാലും ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കില്ലെന്ന BJP നിലപാട് അദ്ദേഹം ആവർത്തിച്ചു. ഇന്ദിരാഗാന്ധി സ്വർഗത്തിൽ നിന്ന് വന്നിറങ്ങി വന്നാലും ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് അമിത്ഷാ ഇക്കാര്യം വ്യക്തമാക്കിയത്. മുസ്ലിം സംവരണം മുഖ്യ വിഷയമാക്കി ചൂണ്ടിക്കാട്ടിയാണ് അമിത്ഷാ കോൺഗ്രസിനെ വിമർശിച്ചത്. കൂടാതെ അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം കോൺഗ്രസ് മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണ് ചെയ്തതെന്നും അമിത്ഷാ ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ശേഷിക്കവെയാണ് അദ്ദേഹം മഹാരാഷ്ട്രയിൽ 3 റാലികളിൽ പങ്കെടുത്തത്. അവിടെ അദ്ദേഹം പ്രധാനമായും ലക്ഷ്യമിട്ടത് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളെയാണ്. പ്രതിപക്ഷ സഖ്യമായി മഹാവികാസ് അഘാഡിയിലെ മറ്റ് പാർട്ടികൾക്കെതിരെയും BJP നേതാവ് ആഞ്ഞടിച്ചു. ശിവസേന UBD വിഭാഗത്തെയും അമിത്ഷാ തെരഞ്ഞെടുപ്പ് റാലിയിൽ വിമർശന വിധേയമാക്കിയിരുന്നു. മുസ്ലിം സംവരണം തന്നെയാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനെതിരെ BJP നേതാവ് ആയുധമാക്കിയത്. രാഹുൽ ഗാന്ധിയുടെ 4ാം തലമുറ വന്നാലും നിലവിൽ ആദിവാസി വിഭാഗത്തിനും ദളിതർക്കും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കും ലഭിക്കേണ്ട സംവരണം മുസ്ലിം വിഭാഗത്തിന് ലഭിക്കില്ലെന്ന് ഉറപ്പിച്ചുകൊള്ളാൻ അമിത്ഷാ പറഞ്ഞു. ഇക്കാര്യത്തിൽ കേന്ദ്ര നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന അഭിപ്രായമാണ് അമിത്ഷാ പങ്കുവച്ചത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും അമിത്ഷാ പരിഹസിച്ചു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് തകർന്നു വീഴാൻ ഒരുങ്ങുകയാണ് എന്ന് അമിത്ഷാ പറഞ്ഞു. രാഹുൽ ബാബ എന്ന് പേരിട്ടിരിക്കുന്ന വിമാനം സോണിയ 20 തവണ ഇറക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഒരു ഉപകാരവും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. 20 തവണ വിമാനം തകർന്നു. ഇപ്പോൾ വീണ്ടും മഹാരാഷ്ട്രയിൽ 21ാം തവണയും ലാൻഡ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. സോണിയാജി, നിങ്ങളുടെ രാഹുൽ വിമാനം ഒരിക്കൽ കൂടി തകരുമെന്ന് അമിത്ഷാ കൂട്ടിച്ചേർത്തു. അധികാരമോഹം മാത്രമാണ് മഹാവികാസ് അഘാഡിക്കും ശിവസേനയുടെ ഉദ്ധവ് താക്കറേക്കും ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. പിതാവ് ബാൽ താക്കറെയുടെ തത്വങ്ങൾ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ മറക്കുകയാണ്. അധികാരമോഹം മാത്രമാണ് ഉദ്ധവ് താക്കറേക്ക് മുന്നിലുള്ളത്. അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നതിന് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന പാർട്ടികളുമായി ഉദ്ധവ് താക്കറെ സഖ്യത്തിലാണ്. ആർട്ടിക്കിൾ 370, പാകിസ്ഥാൻ സർജിക്കൽ സ്ട്രൈക്ക്, അയോധ്യ രാമക്ഷേത്രം തുടങ്ങിയവയെല്ലാം എതിർത്തവരാണ് മഹാവികാസ് അഘാഡിയും ശിവസേനയും. മഹാവികാസ് അഘാഡി ഔറംഗസേബിനെ ആരാധിക്കുന്നവരാണ്. എന്നാൽ മഹായുതിയാകട്ടെ ഛത്രപതി ശിവജി മഹാരാജാവിനെ ആരാധിക്കുന്നവരാണ് എന്നും അമിത്ഷാ പറഞ്ഞു. അതേസമയം നവംബർ 20-ന് ഒറ്റഘട്ടമായാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ് നടക്കുന്നത്. 23-ന് ഫലമറിയാം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.